ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ വീഡിയോ വിയറ്റ്നാമിലെ നൈറ്റ് ലൈഫിനെ കുറിച്ചാണ്. വിയറ്റ്നാമിന്റെ ക്യാപിറ്റലായ ഹനോയിലെ ഓൾഡ് ക്വാർട്ടേഴ്സ് ആണിത്. ഇതാണ് വിയറ്റ്നാമിന്റെ ഒരു യുണീക്ക് കൾച്ചറൽ ഐക്കോൺ ആയ സൈക്ലോ. ചെറിയ ദൂരങ്ങൾ സഞ്ചരിക്കാൻ കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നതാണ് ഈ 3 ചക്രമുള്ള സൈക്ലോ. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഈ ഹനോയിലെ ഓൾഡ് ക്വാർട്ടേഴ്സിൽ കുറേ അധികം ടൂറിസ്റ്റുകൾ സൈക്ലോ യൂസ് ചെയ്യുന്നത് കാണാം. ഫ്രഞ്ചുകാരുടെ ഒരു ഭരണകാലത്ത് അവർ കണ്ടുപിടിച്ച ഒരു റിക്ഷയാണിത്. ഞങ്ങൾ ഈ ഓൾഡ് ക്വാർട്ടേഴ്സിലെ നൈറ്റ് മാർക്കറ്റിലേക്കാണ് യാത്ര. എല്ലാ വീക്കെൻഡ്സിലും ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേസിൽ വൈകുന്നേരം 6 മണി മുതൽ 11 മണി വരെയാണ് ഇവിടെ നൈറ്റ് മാർക്കറ്റ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇവിടെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് മുതൽ തുണിത്തരങ്ങൾ, ആക്സസറീസ്, ഇലക്ട്രോണിക് ഐറ്റംസ് അങ്ങനെ എല്ലാം തന്നെ ഇവിടെ കിട്ടും. ഈ 80,000 ഡോങ് എന്ന് പറഞ്ഞാൽ ഏകദേശം 275 ഇന്ത്യൻ റുപ്പിയാണ്. മിക്ക സ്റ്റോളുകളിലും നമുക്ക് റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് ബാർഗെയിൻ ചെയ്യാനും അവർ സമ്മതിക്കുന്നുണ്ട്. എല്ലാ വിഭാഗം ആളുകൾക്കും പറ്റിയ ഐറ്റംസ് എല്ലാം ഇവിടെ ലഭ്യമാണ്. ഇത് ഗ്രീറ്റിംഗ് കാർഡുകൾ വിൽക്കുന്ന ഒരു സ്റ്റോളാണ്. ഈ കാണുന്നതെല്ലാം 3D പോപ്പ്-അപ്പ് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. വളരെ ക്രിയേറ്റീവായിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ചില ഗ്രീറ്റിംഗ് കാർഡുകളാണ് ഇതെല്ലാം. വിയറ്റ്നാമിനെ തന്നെ സിംബലൈസ് ചെയ്യുന്ന ടെമ്പിൾ, പിന്നെ ഡ്രാഗൺ ബോട്ട്, അങ്ങനെയുള്ള ചില ഗ്രീറ്റിംഗ് കാർഡുകൾ കണ്ടു. ഇതെല്ലാം സൊവിനിയേഴ്സ് ആയിട്ട് നമുക്ക് ചിലർക്ക് അയച്ചു കൊടുക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ശ്രദ്ധാപൂർവം ചെയ്തിട്ടുള്ള 3D ഡിസൈൻസ് ആണ് ഇതെല്ലാം. ഇനി വിയറ്റ്നാമീസ് ഐക്കോൺസ് ഒന്നും വേണ്ടെങ്കിൽ ഇങ്ങനെ ജനറൽ ആയിട്ട് ബട്ടർഫ്ലൈ, ഫ്ലവേഴ്സ് അങ്ങനെയുള്ള കാർഡ്സും അവൈലബിൾ ആണ്. സോഷ്യൽ മീഡിയ എത്ര വളർന്നു എന്ന് പറഞ്ഞാലും പേഴ്സണലൈസ്ഡ് ആയിട്ടൊരു കാർഡ് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുമ്പോഴോ ആരുടെയെങ്കിലും കയ്യിൽ നമുക്ക് കിട്ടുമ്പോഴോ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഫ്രഷ് ആയിട്ടുള്ള പലതരം ഫ്രൂട്ട്സ് ഇതുപോലെ ട്രേകളിലാക്കി ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് കവർ ചെയ്ത് ഇങ്ങനെ സൈക്കിളിൽ വെച്ച് വിൽക്കുന്നത് കണ്ടു. വിയറ്റ്നാമീസുകാർ ജനറലി സ്ട്രീറ്റ് ഫുഡ് എൻജോയ് ചെയ്യുന്നവരാണ്. റോഡ് സൈഡുകളിലെല്ലാം ഇതുപോലെ ഉയരം കുറഞ്ഞ ടേബിളും ചെയറും എല്ലാം ഇട്ട് വട്ടം ചുറ്റി ഇരുന്ന് ഇവർ ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കുന്നത് കാണാം. ഇത് ഇവരുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇതൊക്കെ കണ്ട് ഞങ്ങൾക്കും വിശന്ന് അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. ഞങ്ങൾ വിയറ്റ്നാമീസുകാരുടെ ഫ എന്ന നൂഡിൽ സൂപ്പാണ് കഴിച്ചത്. റൈസ് നൂഡിൽസും ഹെർബ്സും മീറ്റും സ്പൈസസും എല്ലാം ഇട്ടിട്ടുള്ള ഒരു വിഭവമാണിത്. അവിടെ നിന്നിറങ്ങി തിരിച്ച് നൈറ്റ് മാർക്കറ്റിലേക്ക് വന്നു. തിരിച്ചെത്തിയപ്പോഴേക്കും ചില സ്റ്റോളുകളെല്ലാം അടച്ചുപൂട്ടാൻ തുടങ്ങിയിരുന്നു. വീക്കെൻഡ്സിൽ വളരെ തിരക്കേറിയ ഒരു വാക്കിംഗ് സ്ട്രീറ്റാണിത്. അതായത് വണ്ടികളെല്ലാം ബാരിക്കേഡ് വെച്ച് ഈ സ്ട്രീറ്റിൻ്റെ 2 വശത്തുമായി ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ബ്ലോക്ക് ചെയ്തതിന് ശേഷമാണ് ആളുകൾ ഇവിടെ റോട്ടിൽ തന്നെ സ്റ്റോളുകൾ സെറ്റപ്പ് ചെയ്യുന്നത്. അങ്ങനെ വണ്ടികളുടെ ശല്യമൊന്നുമില്ലാതെ ആളുകൾക്ക് ഇതുവഴി വന്ന് ഷോപ്പിംഗ് എല്ലാം ചെയ്യാം. ഇപ്പോൾ സമയം ഏകദേശം 10:30 11 മണി വരെയാണ് ഇവിടെ സ്റ്റോൾ സെറ്റപ്പ് ചെയ്യാനുള്ള അനുമതിയുള്ളൂ. ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റുന്ന ടൈപ്പ് ടേബിളുകൾ ഇട്ടാണ് എല്ലാ ഐറ്റംസും ഇവർ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതുപോലുള്ള ഇരുമ്പ് പെട്ടികളിലേക്ക് ഭദ്രമായി എല്ലാം തിരിച്ച് പാക്ക് ചെയ്ത് വെച്ച് ഇവരെടുത്തിട്ട് പോകും. ഈ ഇരുമ്പ് പെട്ടികൾക്കെല്ലാം ചക്രമുണ്ട്, അതുകൊണ്ട് ഉരുട്ടി കൊണ്ടുപോകാൻ എളുപ്പമാണ്. ചില ടൂറിസ്റ്റുകൾ ജസ്റ്റ് ഒരു ടൈം പാസിനായി ഇതുവഴി ഇങ്ങനെ നടന്നു പോകുന്നത് കാണാം. ചിലരാവട്ടെ നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതും കണ്ടു. വിയറ്റ്നാമിൽ തന്നെ ഒരുപാട് ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ ത്രൈവിംഗ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഉണ്ട്. അതുകൊണ്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറവാണ്. സറ പോലെയുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ ഇവിടെ വിയറ്റ്നാമിൽ ഫാക്ടറി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തുണികൾക്കെല്ലാം നല്ല ചീപ്പ് റേറ്റ് ആണ്. ചില സ്റ്റോളുകളിൽ ഇപ്പോഴും ലാസ്റ്റ് മിനിറ്റ് കച്ചവടങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കടയുടെ മുന്നിലുള്ള സ്റ്റോളുകൾ ഇതുപോലെയായിരുന്നു രാത്രിയായിരുന്നപ്പോൾ. രാവിലത്തെ സീൻ കാണിച്ചു തരാം കേട്ടോ. 11 മണി ആകുന്നതോടുകൂടി ഈ ബാരിക്കേഡുകളെല്ലാം എടുത്തു മാറ്റി വണ്ടികളെല്ലാം പോകാൻ തുടങ്ങും. ഞങ്ങളും തിരിച്ച് ഹോട്ടലിലേക്ക് നടക്കാൻ തുടങ്ങി. സ്വെറ്ററൊക്കെ ഇട്ട് ഒരുത്തൻ തണുപ്പത്ത് ഇരിക്കുന്നുണ്ട്. ഹോട്ടലിൽ നിന്നും ഒരു ലോക്കൽ മാപ്പ് തന്നതുകൊണ്ട് കറക്റ്റായിട്ട് തിരിച്ചെത്താൻ പറ്റി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾക്ക് 11 മണിക്കായിരുന്നു പിക്കപ്പ്. അതുകൊണ്ട് മോർണിംഗ് വാക്കിന് വീണ്ടും ഞങ്ങൾ ആ നൈറ്റ് മാർക്കറ്റ് ഉണ്ടായിരുന്ന ആ ഏരിയയിലേക്ക് പോയി. ഈ കടയുടെ മുന്നിലെ രാവിലത്തെ സീൻ കണ്ടോ? ഇന്നലെ രാത്രി ഈ റോട്ടിൽ കണ്ട സ്റ്റോളുകളെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. വീണ്ടും ഇന്ന് രാത്രി 6 മണിയാകുമ്പോഴേക്കും എല്ലാവരും തിരിച്ചെത്തി എല്ലാം സെറ്റപ്പ് ചെയ്യും. ഇതായിരുന്നോ ഞങ്ങൾ ഇന്നലെ കണ്ട ആ ബിസി ആയിട്ടുള്ള ആ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് ആലോചിച്ച് അത്ഭുതപ്പെട്ടുപോയി. നൈറ്റ് മാർക്കറ്റ് ഇവിടുത്തെ ഒരു വേ ഓഫ് ലൈഫ് തന്നെയാണ്. അത് ലോക്കൽസും ടൂറിസ്റ്റും ഒരുപോലെ ആസ്വദിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.